ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ റമളാൻ ട്രെൻഡ് ഇന്നലത്തെ നോമ്പുതുറ എൻ്റെ വീട്ടിലായിരുന്നു. ഇന്ന് ഇതേ തിരിച്ചിക്കാൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. പിക്കാ ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ല. 5:30 ഒരു 5:40 ഇപ്പോൾ ഇറങ്ങിയതാന്ന് പറഞ്ഞേ. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ എങ്ങനെ പോകണു? ഞങ്ങൾക്ക് ഇവിടെ മഴയില്ല ഗൈസ്. ബാക്കി എല്ലായിടത്തേക്കും മഴ പെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മാത്രം മഴയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരു ചാറ്റൽ മഴ പോലും പെയ്യാത്തൊരു സ്ഥലം, മഴ പൊടിയണ പോലും ഇല്ല. പക്ഷെ വെയിൽ കാര്യമായിട്ടില്ല കേട്ടോ. പകൽ വെയിലില്ല, പക്ഷേ വേറെ എങ്കോടൊക്കെയോ മഴ പെയ്യുന്നുണ്ട്. എങ്കോട് ഇരുണ്ട് മൂടി വരൽ മാത്രമേ ഉള്ളൂ, മഴ പെയ്യണില്ല. കൊലയെ പടി മുന്തിരി ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയ കൊലയിൽ മുന്തിരി ഇത്ര ഇതായിട്ട് കാണുന്നത്. ഇങ്ങനെ ഇത്രയും വലുത്. അയ്യാ, നമുക്കിത് കഴുകിയിട്ട് വെക്കട്ടെ. ഭയങ്കര കട്ടിയാട്ടോ ഇതിന്റെ തുണ്ടിന് കട്ടിയാണ്, പക്ഷെ നല്ലൊരു മധുരം ഉണ്ടാവും. സാധനങ്ങൾ മധുരം ഉണ്ട്. ഇതിന് ഇച്ചിരി വലിപ്പമാണ് മേടിക്കണം, ഇത് കാമ്പ് കുറവല്ലേ. കട്ട്ലേറ്റ് ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്. ചൂട് അറിയില്ല, ഇങ്ങനെയൊക്കെ അച്ചിപ്പൂടെ സെറ്റ് ചെയ്യില്ല കേട്ടോ. നമ്മള് പിന്നെ ഒന്നും ഉണ്ടാക്കലില്ലല്ലോ, മേടിക്കലുള്ളൂ. ഉണ്ടാക്കാനുള്ള സമയമില്ല. തണ്ണിമത്തങ്ങ ഉണ്ട്. ഒരാളിപ്പോൾ നമ്മുടെ കണക്കുമ്പോൾ നോമ്പ് പറഞ്ഞേനെ. പിന്നെ ഇത്ര ഐറ്റംസ് ഉള്ളു ഗൈസ്. എല്ലാം പിന്നെ മേടിക്കും. ഇത് നമ്മൾ ഒന്നും ഉണ്ടാക്കിയതില്ല. കട്ട്ലേറ്റും ചട്ടിപ്പത്തിരി അല്ലേ ഇതാ. പിന്നെ മുന്തിരി ചട്ടിപ്പത്തിരി. കട്ട്ലേറ്റാ ഏതിനാ? ഇതാണോ? കട്ട്ലേറ്റ് ഉണ്ടാവില്ല. ഉപ്പാക്ക് ഇവിടെ വന്നപ്പോൾ സോസ് വേണ്ട. അതിന് സോസ് മേടിക്കാത്ത എന്തിനാ സോസ്? മന്തിക്കല്ലേ സോസ് തന്നെ എല്ലാത്തിനും. നാളെ മന്തിയില്ലേ? സോസ് മേടിക്കണ്ട. ഞാൻ സോസ് മേടിച്ചോണ്ടേ. കട്ട്ലേറ്റ് എനിക്ക് സോസ് ഒന്നും വേണ്ട. എനിക്ക് വേണം സോസ് മേടിക്കുന്ന നാളെ. കട്ട്ലേറ്റ് മേടിക്കില്ല. ഇത് നല്ലതാണോ? ഇത് വേണ്ട. ഇറച്ചിപ്പത്തിരി അപ്പം ഇതിപ്പോൾ ഇങ്ങനെ അങ്ങനെ മടക്കി വെച്ചോണേ. മറ്റേ നേരത്തെ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ചിലർ മടക്കും, ചിലർ കോണാക്കും, ചിലർ കോണാക്കും. രീതിയിൽ ചെയ്യാ ഇവിടെ പലതും പറയും. കാര്യാക്കണ്ട. നോമ്പെന്ന് പറഞ്ഞാൽ വൈകുന്നേരം കിട്ടുന്ന സാധനം മൊത്തം തിന്നാനില്ല, എന്തായാലും ചെറുതായിട്ട് കഴിക്കുക. ആരപ്പോ മൊത്തം തിന്നാ? ചുമ്മാ പറയാ. എന്തുവാ ഇപ്പൊ പത്തിട്ടുണ്ട്. വാപ്പാ പിന്നെ തല അറിയാതാ. രാവിലെ എഴുന്നേറ്റപ്പോ തല അറിയാം. ഇന്നലെ ഇടത്താഴത്തിന് എഴുന്നേറ്റ. തലാർക്കല്ല, മറ്റേ ഇത് വരുന്നപ്പോ ഇടത്താഴത്തിന്. എന്താണ് കേസ്, ഞങ്ങൾ ചായയുടിയല്ല, നോമ്പ് പറന്ന് അല്ലാത്ത കുറേ പലഹാരങ്ങളല്ലായിരുന്നു തിന്നു. ഇനിയിപ്പോൾ എന്താ, പത്തിരിറച്ചി തിന്നാൻ വയറില്ല. എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഇനിയിപ്പോൾ കേസ് ഇനി നമസ്കരിക്കാനുണ്ട്. വാപ്പ അവിടെ നമസ്കരിക്കുന്നു കേട്ടോ. കാക ഇവിടെ ഇങ്ങനെ തിന്നോണ്ടിരിക്കേണ്ട. ഇതൊരു തീറ്റ കഴിഞ്ഞിട്ട് നമസ്കരിക്കാൻ പോവാം.
പിന്നെ നമസ്കരിച്ചിട്ട് കാണാം. ഉമ്മ അവിടെ ഇരുന്ന് പയർ നന്നാക്കുന്നുണ്ട്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഗീസ്. മഴയില്ലാല്ലേ? ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ. കോതങ്ങല്ല മഴയില്ല. ഇനി 8 മണിയായോ? ഇനി ചായ കുടിക്കാനും കൂടി ഉണ്ട് ഗീസ്. ഞങ്ങൾ മുന്നേച്ചിരിക്കണ ലൈറ്റ് ഇടാത്തതാ അല്ലേ? ഇവിടെ ആർക്കും ലൈറ്റ് ഇഷ്ടമല്ല. നേരിട്ട് പ്രണയിക്കുന്നവരാ. അതൊന്നുമല്ല ഗൈസ്, ഇവിടെ ഈയല് പോലെ സാധനം വന്നിരിക്കുന്നത്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നെന്താണ്, എല്ലാവരും നോമ്പ് തുറന്നായിരിക്കൂലേ? പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല നോമ്പൊന്നും. ആദ്യത്തെ 2 നോമ്പും കുഴപ്പമുണ്ടായില്ല. ഇനി എങ്ങനെയാണെന്ന് അള്ളാഹ്ക്ക് മാത്രം അറിയാം. 2 നോമ്പ് തീർന്നില്ല പെട്ടെന്ന്. ഇപ്പം തന്നെ 30 നോമ്പും കഴിയും. ഇന്നലെ വീഡിയോ കണ്ടേ, ഈ ഹോസ്റ്റൽ പിള്ളേരൊക്കെ നോമ്പ് പിടിച്ചേക്കണം. കണ്ടായിരുന്നോ? പാപ്പയിലും ഫസ്റ്റ് പാപ്പ അറിയാം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലാത്തോണ്ടെന്ന്. അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഗൈസ് ഞാൻ പത്തിരി ബീഫ് കറിയും കഴിക്കണു. കാക്കായ്ക്ക് എന്താ റവിയന് പോയി. പിന്നെന്താ ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. ഉമ്മച്ചിയും കൂടി കഴിക്കാനുണ്ട്. ഉമ്മച്ചിയോടെ ഫുഡ് എടുക്കണുള്ളൂ. അപ്പം എല്ലാവർക്കും എന്താണ് ഇന്നത്തെ സ്പെഷ്യലിന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് പത്തിരി ബീഫാണ്. ഇനിയിപ്പം നോമ്പ് 30 ഇത് തന്നെ കണ്ടിന്യൂ. അപ്പം ഗൈസ് ഫുഡ് എന്താ, ഇവിടെ ഒരു മനുഷ്യനോട് ഉറക്കം കഴിഞ്ഞു. അപ്പം എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ 2ാമത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.